ഗൈസ് വെരി സോറി, ഞാൻ ഓൾറെഡി ഉണ്ടാക്കി. ഞാൻ നിങ്ങളോട് സംസാരിച്ച സമയത്തില്ലേ, അമ്മച്ചി ഓൾറെഡി മൈദയിൽ വെള്ളമൊക്കെ ഇട്ട് ഗൈസ്. നമുക്ക് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം മതി കേട്ടോ. പിന്നെ മൈദയും കിട്ടിയായിരുന്നു കേട്ടോ ഗൈസ്. അമ്മച്ചി തപ്പിയപ്പോൾ കിട്ടിയായിരുന്നു. അപ്പോൾ അമ്മാമ്മയല്ല കേട്ടോ ഞാൻ അമ്മച്ചിന്ന് വിളിക്കുന്നത്. അപ്പോൾ മൈദയും വെള്ളവും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസി, തിക്ക് അല്ലെങ്കിൽ തിന്ന് അല്ലാത്തൊരു കൺസിസ്റ്റൻസി, മനസ്സിലായോ? എന്നാലൊരു രസം ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ഉപ്പിട്ടിട്ടില്ല, ഉപ്പിടാം നമുക്ക്. അപ്പോൾ അതേ ഉപ്പൊക്കെ കൂടിപ്പോയാന്ന് ചോദിച്ചിട്ട് ഉപ്പ് കുറഞ്ഞു പോയി, ഒട്ടും ഉപ്പില്ല. ആരാ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അമ്മാമ്മയാണ്. ഞാൻ മുഖം കാണിക്കണില്ല, കാണിക്കാൻ താല്പര്യമില്ല, അതാ പറയണേ. അതുകൊണ്ട് ഇത്രയും ഞാനൊരു ഒരെണ്ണമല്ല, ഇതിങ്ങനെ എടുക്കാം നമുക്ക് വേണമെങ്കിൽ. നിൽക്ക്, ഇത് 2 പ്രാവശ്യമാണ് ഞങ്ങൾ ഇട്ടേക്കണത്. അത്രേ ഉള്ളൂ കേട്ടോ ഇട്ടിട്ടുള്ളത്. ഞാൻ പിന്നെയും പറയാണ്, ഞാൻ പാട്ടായിട്ടാണ് ഇടുന്നത്. ഇപ്പം ഇത് സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് ഓടിപ്പോയി കാണാണ്, അല്ലെങ്കിൽ ഡിലീറ്റ് ആയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അത് ഫസ്റ്റ് പാർട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തേർഡ് പാർട്ടിൽ ഇടണമായിരിക്കും കേട്ടോ. ഇപ്പം ഡിലീറ്റായി പോയാൽ നടന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഇത്ര നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ചട്ടി ചൂടാക്കിയേക്കുന്നതാണ് ഗൈസ്. നിങ്ങളെ അമ്മാമ്മയുടെ മകൻ കണ്ടല്ലേ ഗൈസ്, അമ്മച്ചി. എനിക്ക് വായിൽ അമ്മാമ്മയൊന്നും ഉണ്ട്, പക്ഷെ ഇപ്പോഴും വിളിക്കണം അമ്മച്ചി എന്നാണ്. അപ്പം നമ്മളിത് ഗ്യാസൊക്കെ കത്തിച്ചിട്ടുണ്ട്. ഇപ്പം പ്ലെയിൻ ആയിട്ട് ഇരിക്കണത്. നമുക്കിനി എണ്ണ ഇടാം. നെയ്യാണ് അമ്മച്ചി അല്ലെങ്കിൽ എണ്ണയാണോ? അപ്പം നമ്മൾ നെയ്യാണ് ഇടണത്. കുറച്ച് നെയ്യിട്ടാൽ മതി. എനിക്കൊരു 2-3 മതിയാവും. ഇത് ശരിക്കും റിയൽ നെയ്യാണ്. അപ്പം ഇനി നമ്മൾ ഈ മാവ് അതിലേക്ക് ഒഴിക്കാൻ പോകണം. അമ്മച്ചി ഒഴിച്ച് കാണിച്ചരുവേ. അപ്പോൾ ഗായ്സ് ഇപ്പോൾ 3 മിനിറ്റ് ആവും. ഇനി ബാക്കി അടുത്ത പാട്ടിൽ തേങ്ങ ഇടണതും പഞ്ചസാര മിക്സ് ചെയ്യണം. ബാക്കി എല്ലാം അടുത്ത പാട്ടിൽ. ബൈ ബൈ.